എന്താ വിധു അത്? ഇതാ വിധുവിനെ കാണുന്നു ഈ കണ്ണാടിയിൽ. ഇത് നോക്കാം ഇവിടെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ എങ്ങടാ പോകുന്നതെന്നാവും എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ ഞങ്ങൾ കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലത്തേക്ക് പോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. വേറെ എവിടെയല്ല, മഴയൊക്കെ അല്ല, അപ്പോൾ വീട്ടിലിരുന്ന് ഇങ്ങനെ ചടച്ച് എല്ലാവർക്കും ആകെ ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നല്ല വെള്ളവും പാടവും പച്ചപ്പും ഇത് ചുറ്റും നോക്കുന്നുണ്ട്. നല്ല സ്ഥലം, നല്ല ഭംഗിയുള്ള സ്ഥലം എന്നുള്ള രീതിയിൽ അവന് വെള്ളം കാണുമ്പോൾ വെള്ളത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നുണ്ട്. ഇറങ്ങട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവിടെ വേറെയും കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ വെറുതെ വെള്ളം കാണാനും വെള്ളച്ചാട്ടം ഒക്കെ തോടും ഒക്കെ തോടിൻ്റെ ഭംഗി ആസ്വദിക്കാനൊക്കെ എല്ലാവരും ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, കുരുത്തി വെച്ചിരിക്കുന്നുണ്ടോ, നല്ല മഴ വരുന്ന സമയത്ത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വച്ചിരിക്കുന്നതാണ്. അതുപോലെ അതായത് ഈ റോഡ് ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ 2-3 മയിലിനെ കണ്ടു. ഇതിന് നല്ല സന്തോഷമായി. അപ്പോൾ ഇത് ഇങ്ങനെ പറയാണ് 2 മയിലുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് വിധുവിൻ്റെ അച്ഛനും ഞാനും വിധുവും കൂടെ വീണ്ടും യാത്ര തിരിച്ചു. ഇനി ഇവിടെ ചുറ്റും കുറച്ച് സ്ഥലം കൂടിയുണ്ട്. അപ്പോൾ വിധു ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് പോവാൻ. നോക്കി വാട്ടോ ഇത്. അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടി സൈഡാക്കിയിട്ട് മെല്ലെ നടന്നിങ്ങനെ വന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഒരു 2-3 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അവരിങ്ങനെ മിണ്ടാതെ സൈലൻ്റായി ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ഇത് എന്താണെന്ന് നോക്കുമ്പോൾ ചൂണ്ടലിടാണ് കേട്ടോ. അപ്പോൾ മീനിനെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഒരുപാട് മീനിനെ കിട്ടുന്നുണ്ടാവുമായിരിക്കാം, എന്താ അറിയില്ല. അപ്പോൾ അവരിങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. 2 പയ്യന്മാരും പിന്നെ ഒരു ചേട്ടനും 2 ചേട്ടന്മാരൊക്കെയാണ് കേട്ടോ. ഒരു കാര്യമായി ഇരുന്നിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിധുവിനെ അവരെ കണ്ടപ്പോൾ ഇങ്ങനെ വിധു വീട്ടിൽ ചൂണ്ടലൊക്കെ ഇടാറുണ്ട് കേട്ടോ നമ്മുടെ കുളത്തിൽ. അപ്പോൾ അവൻ ഇങ്ങനെ കണ്ടപ്പോൾ അവന് മനസ്സിലായി ഈ കാര്യം. അപ്പോൾ ഞങ്ങളിങ്ങനെ അതിൻ്റെ സൈഡിലുള്ള വഴി കൂടെ ഇങ്ങനെ നടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ അവനെ എടുത്തു. കാരണം ആടി ആടി വീഴുമെന്ന് സംശയമാണ്. അങ്ങനെ നല്ല ഭംഗിയായിട്ട് കുറേ പൂവൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഒരു നമ്മുടെ പഴമ, നമ്മുടെ ചെറുപ്പം ഓർമ്മ വരുന്ന കുമ്പിളിൽ അതാ വെള്ളം നിൽക്കുന്നു. നല്ല ഭംഗിയുള്ള മരം, ചാഞ്ഞ് ചെരിഞ്ഞൊരു മരം കിടക്കുന്നു. കുറേ ഒരു സൈഡിലിങ്ങനെ വെള്ളം അരുവി പോലെ. എന്ത് ഭംഗിയാണെന്നറിയോ. ഇത്രയും കാലം നമ്മൾ ഇത്ര അടുത്ത് ഇങ്ങനെ ഒരു സമാധാനപരമായിട്ട് നമുക്ക് സുഖമായി വന്ന് കുറച്ച് നേരം കാറ്റുകൊണ്ടിരിക്കാനുള്ളൊരു സ്ഥലം ഉണ്ട് എന്നുള്ളത് ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വിധുവിൻ്റെ അച്ഛൻ ഇപ്പോഴാണ് ഞങ്ങളിത് കാണിച്ചു തരുന്നത് കേട്ടോ. എന്തോ കാക്കാതോടുന്നോ അങ്ങനെ എന്തോ പറയും. പിന്നെ നല്ല നല്ല രസമാണ് കേട്ടോ. കുറച്ച് നേരം നമുക്കിങ്ങനെ അവിടെ ആൾക്കാരൊക്കെ വന്ന് കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം സമാധാനമായി ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നൊരു ഇതാണ് കേട്ടോ. അങ്ങനെ വിധുവിൻ്റെ കാലിൽ വെള്ളമൊക്കെ തട്ടുമ്പോൾ വിധുവിന് നല്ല ഇഷ്ടമായി. അവൻ അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ പൊക്കി പിടിച്ചെടുത്തുകൊണ്ട് വന്നതാണ് അവനെ വീട്ടിലേക്ക്. അങ്ങനെ അവൻ കുറേ നേരം ഇരുന്ന് കളിച്ചു. വെള്ളം നല്ലൊരു തണുപ്പാണ് കേട്ടോ ആ ഒരു ഏരിയയിൽ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു. ഇതിന് നല്ല ഇഷ്ടമായി, സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്നു കേട്ടോ കുറച്ച് നേരം. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് സന്ധ്യ നേരമായി തുടങ്ങിയപ്പോൾ പോകുന്നു കേട്ടോ. അവിടെ നിന്ന് പോരാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇരുട്ടായി തുടങ്ങിയപ്പോൾ തിരിച്ച് പോന്നു. അങ്ങനെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ കുരുത്തി വെച്ച് മീൻ പിടിക്കുന്നതാണ് കേട്ടോ. ഇത് കാണാനൊരു ഹരം തന്നെയാണ്. അപ്പോൾ അച്ഛനും മോനും കൂടെ കാണാൻ പോയിരുന്നു. അതിൻ്റെ ചെറിയ വീഡിയോ ക്ലിപ്സാണിത്. മീൻ പിടിക്കുന്നതും മീൻ കണ്ടോ, നല്ല വെള്ളം ശക്തമായിട്ട് കുടുത്തിയിൽ വന്നടിക്കുമ്പോൾ നല്ല മഴ പെയ്യുന്ന സമയത്താണ് കേട്ടോ മീൻ കിട്ടുക. അപ്പോൾ അങ്ങനെ അവർ മാമന്മാരൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മീനിനെ വലയിലേക്ക് കൊട്ടുന്നതൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനതൊക്കെ കാണിച്ചു തരാം വീഡിയോയിലൂടെ. അപ്പോൾ മാമന്മാർ കാര്യമായി വെള്ളത്തിൽ കുരുത്തി വെച്ച് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അത് അവർ കുരുത്തിയുടെ അതിൽ കെട്ടൊക്കെ അഴിച്ചിട്ട് അവർ കൊട്ടാണ് കേട്ടോ. ഇതിൽ മെയിനായിട്ടും ഉണ്ടാവുക പരല് മീനുണ്ടാവും, പിന്നെ മൊയ്യ് ഉണ്ടാവും, മൊയ്യിൻ്റെ കുട്ടികളുണ്ടാവും. അങ്ങനത്തെ മീനൊക്കെയാണ് ഉണ്ടാവുക. മീൻ കുഞ്ഞുങ്ങളാണ് ഉണ്ടാവുക. നല്ല പെടപെടക്കുന്ന മീൻ കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ അഴിച്ചിട്ട് കൊട്ടാനുള്ളൊരു ശ്രമമാണ്.
അത് പുറത്ത് കൊട്ടിക്കഴിഞ്ഞാൽ ഒക്കെ പോവില്ലേ. അപ്പം നമ്മൾ വേറൊരു വലയിലേക്കായിട്ട് കൊട്ടുകയാണ്. അങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിധുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ മഞ്ചൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ വിധുവിൻ്റെ അച്ഛൻ കുറച്ച് മീൻ കുഞ്ഞുങ്ങളെയും പേർക്കി അങ്ങനെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ. ബായ്.